ഭർത്താവ് ശത്രുവായാൽ ചാണക്യൻ നൽകുന്ന 7 രഹസ്യതന്ത്രങ്ങൾ. നിങ്ങളെ സംരക്ഷിക്കും എന്ന് കരുതിയ ഒരാൾ തന്നെ നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ശത്രുവായാൽ നിങ്ങൾ എന്തു ചെയ്യും? സ്വന്തം വീടിനുള്ളിൽ, സ്വന്തം കിടപ്പുമുറിയിൽ പോലും നിങ്ങൾ സുരക്ഷിതയല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലൂടെ എപ്പോഴെങ്കിലും നിങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് അതിർത്തിയിലല്ല, അത് പലപ്പോഴും സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലാണെന്ന് പറയാറുണ്ട്. സ്നേഹിക്കേണ്ടവർ തന്നെ നമ്മളെ മാനസികമായി തകർക്കുമ്പോൾ, വിശ്വസിച്ചവർ തന്നെ ചതിക്കുമ്പോൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വെറും കണ്ണീര് മാത്രം പോരാതെ വരും. അവിടെയാണ് നമുക്ക് തന്ത്രങ്ങൾ ആവശ്യമുള്ളത്. പലപ്പോഴും സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഉപദേശം ക്ഷമിക്കൂ, സഹിക്കൂ എന്നത് മാത്രമാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ പറയുന്നത് അതല്ല. ഒരു ഭർത്താവ് ശത്രുവിനെ പോലെ പെരുമാറിയാൽ, അല്ലെങ്കിൽ ദാമ്പത്യം ഒരു യുദ്ധക്കളമായി മാറിയാൽ, അവിടെ ജയിക്കാനും അതിജീവിക്കാനും ഒരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട ചില കടുപ്പമേറിയ സത്യങ്ങളുണ്ട്. വെറും ഉപദേശങ്ങളല്ല, പ്രായോഗികമായ തന്ത്രങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ആചാര്യ ചാണക്യന്റെ ചാണക്യനീതിയിൽ പറയുന്ന അത്തരം ചില ഗൗരവകരമായ കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണോ എന്ന് സംശയം തോന്നാം. പക്ഷേ ഓർക്കുക, ചാണക്യൻ ഒരിക്കലും വികാരങ്ങൾക്ക് അടിമയായിരുന്നില്ല. അദ്ദേഹം ബുദ്ധിക്കും യുക്തിക്കും പ്രാധാന്യം നൽകിയ ഒരാളായിരുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇത്തരം ഗൗരവകരമായ ജീവിതഗന്ധിയായ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എടുക്കുന്ന പരിശ്രമത്തെ നിങ്ങൾ മാനിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു ബന്ധം വഷളാകുമ്പോൾ, പ്രത്യേകിച്ച് ഭർത്താവ് ഒരു ശത്രുവിനെ പോലെ പെരുമാറുമ്പോൾ, ഒരു സ്ത്രീ സാധാരണയായി ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൾ കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ മാറ്റത്തിനായി കാത്തിരിക്കും. അല്ലെങ്കിൽ അവൾ തിരിച്ചു ദേഷ്യപ്പെടുകയും വഴക്കിടുകയും ചെയ്യും. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഇവ രണ്ടും പരാജയത്തിലേക്കുള്ള വഴികളാണ്. ശത്രുതയുള്ള ഒരാളോട് യുദ്ധം ചെയ്യേണ്ടത് ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. ചാണക്യനീതി അനുസരിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത, ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മാനസികമായി തളർത്തുന്ന ഒരു പങ്കാളിയെ നേരിടാൻ ഒരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പാഠം ഇതാണ്: ദുഷ്ടനായ ഒരാളോടുള്ള സഹവാസം കയ്യിൽ തീപിടിക്കുന്നത് പോലെയാണ്. അതായത് എത്രയും വേഗം അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. നമുക്ക് ഓരോ തന്ത്രങ്ങളായി പരിശോധിക്കാം. ഒന്നാമത്തെ തന്ത്രം, മൗനം എന്ന ആയുധം. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ശത്രുവിന് നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി കൊടുക്കരുത്. ഭർത്താവ് ശത്രുവായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ നാവിനെയാണ്. പലപ്പോഴും സ്ത്രീകൾക്കുള്ള ഒരു പരാതി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നതാണ്. എന്നാൽ ചാണക്യൻ ചോദിക്കുന്നത്, മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളോട് സംസാരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ അയാൾക്ക് നിങ്ങളെ എവിടെ വേദനിപ്പിക്കണമെന്ന് കൃത്യമായി മനസ്സിലാകുന്നു. നിങ്ങളുടെ കരച്ചിൽ, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ നിരാശ, ഇതെല്ലാം അയാൾക്കുള്ള ആയുധങ്ങളാണ്. അതുകൊണ്ട് ചാണക്യൻ നിർദ്ദേശിക്കുന്നത് മൗനം പാലിക്കാനാണ്. ഈ മൗനം തോൽവിയല്ല, മറിച്ച് അതൊരു കവചമാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം നിഗൂഢമായിരിക്കുക. ഒരു പാമ്പ് വിഷമില്ലാത്തതാണെങ്കിൽ പോലും അത് പത്തി വിടർത്തി നിൽക്കണം എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങളുടെ മൗനം അയാളിൽ ഒരു ഭയം ഉണ്ടാക്കണം. നിങ്ങളുടെ നിശബ്ദത അയാളെ അസ്വസ്ഥനാക്കണം. രണ്ടാമത്തെ തന്ത്രം, സാമ്പത്തിക ഭദ്രത. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പലയിടത്തും എടുത്തു പറയുന്ന കാര്യമാണ് ധനത്തിന്റെ പ്രാധാന്യം. ധനമുള്ളവന് മിത്രങ്ങളുണ്ട്, ധനമുള്ളവന് ബന്ധുക്കളുണ്ട്, ധനമുള്ളവൻ തന്നെയാണ് ലോകത്തിൽ ശക്തൻ എന്ന് ചാണക്യൻ പറയുന്നു. ഭർത്താവ് ശത്രുവായാൽ നിങ്ങളെ നിയന്ത്രിക്കാൻ അയാൾ ആദ്യം ശ്രമിക്കുന്നത് പണത്തിലൂടെയായിരിക്കും. സാമ്പത്തികമായി നിങ്ങൾ അയാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവിടെ അവസാനിക്കുന്നു. അതിനാൽ സ്ത്രീകളോട് ചാണക്യനീതി പറയുന്ന രഹസ്യം ഇതാണ്: രഹസ്യമായിട്ടാണെങ്കിലും സ്വന്തമായി ഒരു സമ്പാദ്യമുണ്ടാക്കുക. അത് എത്ര ചെറുതാണെങ്കിലും ആപത്തുകാലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ധനം കൈവശം വയ്ക്കുക. ഭർത്താവ് ശത്രുവാകുന്ന കാലത്ത് പണം മാത്രമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത്. ഇത് കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം, പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. സ്വന്തമായി വരുമാനമില്ലാത്ത സ്ത്രീകൾക്കാണ് ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. അതിനാൽ എന്ത് ത്യാഗം സഹിച്ചും സാമ്പത്തികമായ ഒരു അടിത്തറയുണ്ടാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ തന്ത്രം, രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പദ്ധതികൾ ഒരിക്കലും വെളിപ്പെടുത്തരുത്. ചാണക്യൻ പറയുന്നു, മനസ്സിൽ ചിന്തിച്ച കാര്യം പുറത്തു പറയാതെ മന്ത്രം പോലെ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കണം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ച് അയാളോട് ചർച്ച ചെയ്യരുത്. നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾ പണം മാറ്റിവെക്കുന്നുണ്ടോ? നിങ്ങൾ നിയമപരമായ ഉപദേശം തേടുന്നുണ്ടോ? ഇതൊന്നും അയാൾ അറിയാൻ പാടില്ല. ശത്രു നിങ്ങളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞാൽ അയാൾക്ക് അതിനെ തടയിടാൻ എളുപ്പമാണ്. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യം നിറവേറുന്നതുവരെ വായ തുറക്കരുത്.
നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുള്ളവരോട് മാത്രം കാര്യങ്ങൾ പറയുക, അതും വളരെ സൂക്ഷ്മതയോടെ. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. 4-ാമത്തെ തന്ത്രം, വൈകാരികമായ അകലം. ഏറ്റവും കഠിനമായ കാര്യം ഇതാണ്. നമ്മൾ സ്നേഹിച്ച ഒരാളിൽ നിന്ന് മാനസികമായി അകലുക എന്നത് വേദനാജനകമാണ്. പക്ഷേ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, അമിതമായ സ്നേഹത്തിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്, സ്നേഹത്തിൽ നിന്നാണ് ദുഃഖമുണ്ടാകുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് നിങ്ങളുടെ മേൽ വൈകാരികമായ ഒരു അധികാരമുണ്ടെന്നാണ്. അയാൾ ഒന്ന് ചിരിച്ചാൽ നിങ്ങൾ സന്തോഷിക്കുന്നു, അയാൾ ഒന്ന് ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ തളരുന്നു. ഈ നിയന്ത്രണം അയാളുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങുക. അയാളെ ഒരു ഭർത്താവ് എന്നതിലുപരി ഒരു വ്യക്തി മാത്രമായി കാണാൻ ശ്രമിക്കുക. അയാളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക. ഇതിനെയാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ നിൽക്കാൻ കഴിയുന്ന അവസ്ഥ. അയാളുടെ ക്രൂരതകൾക്ക് മുന്നിൽ പതറാതെ ഒരു സാക്ഷിയെപ്പോലെ അതിനെ നോക്കിക്കാണുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചാണക്യൻ ഒരിക്കലും കുടുംബം തകർക്കാൻ ഉപദേശിച്ചിട്ടില്ല. എന്നാൽ വിഷം കലർന്ന ഭക്ഷണം ഉപേക്ഷിക്കുന്നത് പോലെ സ്നേഹമില്ലാത്തതും ഉപദ്രവിക്കുന്നതുമായ ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ അനിവാര്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. 5-ാമത്തെ തന്ത്രം, ശത്രുവിന്റെ ശത്രുമിത്രം. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുമ്പോഴാണ് ഭർത്താവ് കൂടുതൽ ശക്തനാകുന്നത്. ചാണക്യന്റെ പ്രസിദ്ധമായ തന്ത്രമാണ് ശത്രുവിന്റെ ശത്രു മിത്രം. ഇതിനെ കുടുംബജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം? ഇതിനർത്ഥം ഭർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുക എന്നല്ല, മറിച്ച് നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന ആളുകളെ കൂടെ നിർത്തുക എന്നാണ്. അത് നിങ്ങളുടെ കുടുംബമാകാം, നല്ല സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നിയമപരമായ അറിവുള്ളവരാകാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ വിശ്വസിക്കാവുന്ന ഒരാളോട് പങ്കുവെക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷികൾ ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരിക്കലും സമൂഹം എന്ത് വിചാരിക്കുമെന്ന് കരുതി പ്രശ്നങ്ങൾ മൂടിവെക്കരുത്. കാരണം പുറം ലോകം നിങ്ങളുടെ നല്ല മുഖം മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ആരും നിങ്ങളെ വിശ്വസിക്കില്ല. അതിനാൽ ബുദ്ധിപൂർവം നിങ്ങളുടെ പക്ഷം ശക്തമാക്കുക. ആപത്ത് കാലത്ത് ഓടിയെത്തുന്നവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ കൂടെ നിർത്തുക. 6-ാമത്തെ തന്ത്രം, സ്വയം സംരക്ഷണം. ചാണക്യൻ പറയുന്നു, ആപത്ത് വരുമ്പോൾ സ്ത്രീയെയും ധനത്തെയും സംരക്ഷിക്കണം. എന്നാൽ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീയെയും ധനത്തെയും ഉപേക്ഷിക്കേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യണം. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവനും മാനസികാരോഗ്യവുമാണ് ഏറ്റവും വലുത് എന്നാണ്. ഭർത്താവ് ശത്രുവായാൽ അയാൾ ചിലപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചേക്കാം. അവിടെ ക്ഷമയല്ല വേണ്ടത്, പ്രതിരോധമാണ്. നിയമം നിങ്ങൾക്ക് നൽകുന്ന പരിരക്ഷകളെക്കുറിച്ച് ബോധവതിയായിരിക്കുക. ഗാർഹിക പീഡനം സഹിക്കുന്നത് ഒരിക്കലും ഒരു സ്ത്രീയുടെ ധർമ്മമല്ല, അത് വിഡ്ഢിത്തമാണ്. ചാണക്യൻ പറയുന്നത് ബലവാന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ തന്ത്രം ഉപയോഗിക്കണം, എന്നാൽ ജീവന് ഭീഷണിയാകുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ തന്ത്രം. സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റാരെയും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് ഓർക്കുക. 7-ാമത്തെ തന്ത്രം, പ്രതീക്ഷകൾ അവസാനിപ്പിക്കുക. നമ്മുടെ ദുഃഖത്തിന്റെ പ്രധാന കാരണം നമ്മുടെ പ്രതീക്ഷകളാണ്. അയാൾ മാറും, അയാൾക്ക് എന്നോട് സ്നേഹം തോന്നും. ഈ പ്രതീക്ഷകളാണ് നിങ്ങളെ വീണ്ടും വീണ്ടും കെണിയിൽപ്പെടുത്തുന്നത്. ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു, ദുഷ്ടനായ ഒരാളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നത് വേപ്പുമരത്തിൽ നിന്ന് മാമ്പഴം പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. അയാൾ മാറുമെന്ന് പ്രതീക്ഷിക്കാതെ അയാൾ ഇങ്ങനെയാണ് എന്ന് അംഗീകരിക്കുക. ആ അംഗീകാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ ശക്തി ലഭിക്കും. പിന്നെ അയാളുടെ അവഗണന നിങ്ങളെ വേദനിപ്പിക്കില്ല, അയാളുടെ ക്രൂരത നിങ്ങളെ അത്ഭുതപ്പെടുത്തില്ല. കാരണം നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തിരിച്ചറിവ് നിങ്ങളെ മാനസികമായി വളരെ ശക്തിയാക്കും. എപ്പോഴാണോ നിങ്ങൾ പ്രതീക്ഷകൾ കൈവിടുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾക്ക് സ്വതന്ത്രയായി ചിന്തിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കേവലം പുസ്തകങ്ങളിൽ എഴുതിവെച്ച കാര്യങ്ങൾ മാത്രമല്ല, ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രസക്തമായ കാര്യങ്ങളാണ്. പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാതെ ഒരു മോശം ദാമ്പത്യത്തിന്റെ തടവറയിൽ ജീവിക്കുന്നു. ചാണക്യൻ നൽകുന്ന സന്ദേശം ഇരയാകരുത് എന്നതാണ്. ബുദ്ധിയുള്ളവളായിരിക്കുക, ജാഗ്രതയുള്ളവളായിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടെങ്കിൽ തീർച്ചയായും ഈ വിഷയം നിങ്ങളെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ടാകും. ആചാര്യ ചാണക്യന്റെ ഈ തന്ത്രങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രായോഗികമായി തോന്നിയത്? അല്ലെങ്കിൽ ഇതിൽ വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും വലിയൊരു അറിവാകും. നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്, ക്ഷമ. ചാണക്യൻ പറയുന്നു, കാലം പാകമാകുന്നതുവരെ കാത്തിരിക്കുക. എടുത്തുചാടി ഒരു തീരുമാനമെടുക്കുന്നതിന് പകരം സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ കാത്തിരിക്കുക. കൊക്ക് ഇരയെ പിടിക്കാൻ ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നത് പോലെ ശരിയായ അവസരത്തിനായി കാത്തിരിക്കുക. ഭർത്താവ് ശത്രുവാകുന്ന സാഹചര്യത്തിൽ പലപ്പോഴും സ്ത്രീകൾക്ക് ലഭിക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണ് മക്കൾ. കുട്ടികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതി. ഇവിടെയും ചാണക്യനീതി പ്രസക്തമാണ്. കുട്ടികൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബുദ്ധി അമ്മ കാണിക്കണം. അല്ലാതെ ഭർത്താവിനെ ഭയന്ന് കുട്ടികളുടെ മുന്നിൽ കള്ളം പറയരുത്. കുട്ടികൾ വളരുമ്പോൾ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം നൽകേണ്ടത് അമ്മയുടെ കടമയാണ്. അമ്മയുടെ കഷ്ടപ്പാടുകൾ മക്കൾ അറിയണം.
എങ്കിൽ മാത്രമേ ഭാവിയിൽ അവർ നിങ്ങൾക്ക് താങ്ങായി നിൽക്കൂ. അതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ആരോഗ്യം. മനസ്സ് തളരുമ്പോൾ ശരീരം തളരും. ശത്രുവിനെ നേരിടാൻ നിങ്ങൾക്ക് ആരോഗ്യം ആവശ്യമാണ്. അതിനാൽ കൃത്യമായ ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവയിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ഭർത്താവ് നൽകുന്ന സമ്മർദ്ദം കാരണം രോഗിയായി മാറിയാൽ അത് അയാളുടെ വിജയമാണ്. നിങ്ങൾ തളരാതെ തല ഉയർത്തി നിൽക്കുന്നതാണ് അയാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ ആരോഗ്യം നശിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന സത്യം മറക്കരുത്. ചാണക്യൻ സ്ത്രീകളെ ശക്തി സ്വരൂപിണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ആ ശക്തി ഉണരണമെങ്കിൽ തിരിച്ചറിവുണ്ടാകണം. നിങ്ങളെ സ്നേഹിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണീർ പാഴാക്കരുത്. പകരം ആ ഊർജം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. പഠിക്കുക, ജോലി ചെയ്യുക, പുതിയ കഴിവുകൾ നേടുക. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്തോറും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ അടുത്തെത്താൻ കഴിയില്ല. നിങ്ങളുടെ വിജയമായിരിക്കണം നിങ്ങളുടെ പ്രതികാരം. ചുരുക്കത്തിൽ ചാണക്യനീതി നമ്മോട് പറയുന്നത് ഇതാണ്: ഭർത്താവ് ശത്രുവായാൽ നിങ്ങൾ ഒരു പോരാളിയാകുക. വാളും പരിചയം കൊണ്ടല്ല, ബുദ്ധിയും ക്ഷമയും കൊണ്ട്. കരയുന്ന സ്ത്രീയിൽ നിന്ന് ചിന്തിക്കുന്ന സ്ത്രീയിലേക്കുള്ള മാറ്റമാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ മാറ്റം നിങ്ങളിൽ തുടങ്ങട്ടെ. ഓരോ വീഴ്ചയിലും പതറാതെ അവിടെ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ചു മുന്നേറുക. ജീവിതം എന്നത് യുദ്ധക്കളമാണെങ്കിൽ മനസാന്നിധ്യമാണ് നിങ്ങളുടെ ആയുധം. ആരെയും തോൽപ്പിക്കാനല്ല, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരാളായി മാറാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കീശയിൽ ഇട്ടുകൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ കടിഞ്ഞാൺ നിങ്ങളുടെ കൈകളിൽ തന്നെ ആയിരിക്കട്ടെ. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.